അല്ലെങ്കിൽ ഒരു പുരോഗമനം എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പല ആളുകളും ജീവിക്കാറുള്ളത്. ആ ഒരു ചിന്തയിൽ തന്നെയാണ് നമ്മൾ പല ആളുകളും ഇവിടെ എത്തിയതും. അപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടി നമുക്ക് അതിൽ വല്ല വഴിയും, ഇതിലൂടെ വഴിയും വല്ല വഴിയുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രസന്റേഷൻ എല്ലാവരും സസൂക്ഷ്മം വീക്ഷിക്കണം, അല്ലെങ്കിൽ സശ്രദ്ധം എല്ലാവരും കേൾക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതി പറയാനുള്ളത്, ഒരാൾക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഹെൽത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പൊ ശരാശരി കുറച്ച് ആളുകൾക്ക് ഇപ്പൊ ഉണ്ടെന്ന് പറയാം സ്വാഭാവികമായിട്ടും. പക്ഷെ എന്നിരുന്നാലും പരിപൂർണമായ ആരോഗ്യം നമുക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന് വെൽത്താണ്. വെൽത്തും സ്വാഭാവികമായിട്ടും ഇപ്പൊ ശരാശരിയൊക്കെ ഇപ്പൊ നമ്മളെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ക്യാഷ് ഒരുവിധ ആളുകൾക്കൊക്കെ ഉണ്ട്. എന്നിരുന്നാലും തീരെ ഇല്ലാത്ത ആളുകളെ മറക്കുന്നില്ല. ഇപ്പോഴും പട്ടിണിക്കാരായ ആളുകളെ കണ്ടമാനുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല. സ്വാഭാവികമായിട്ടും പൊതുവെ ഒരു സാമ്പത്തികമായി ഉയർന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. മൂന്നാമതുള്ള കാര്യം ശ്രദ്ധിക്കണം, അതിന് കുറച്ച് പുളിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഫ്രീഡം, സാമ്പത്തിക ഫ്രീഡം. അപ്പൊ ഈ ഒരു സംഗതി വരണമെങ്കിൽ കുറച്ച് ഉയർന്ന വരുമാനം കാര്യങ്ങളുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന സംഗതിയാണ് സാമ്പത്തിക ഫ്രീഡം. അപ്പൊ ഹെൽത്ത്, വെൽത്ത്, ഫ്രീഡം, ഇത് മൂന്നുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് മൂന്നും ഒരു പക്ഷേ എല്ലാവർക്കും ഒരേ സമയം ഉണ്ടായിക്കോളന്നില്ല. സ്വാഭാവികമായിട്ടും അത് സാധ്യത കുറവുണ്ട്. 90% ആളുകൾക്കും അത് ഉണ്ടാവില്ല എന്നാ പറയുന്നത്. എന്നാൽ അത് ഉണ്ടാകാനുള്ള വല്ല മാർഗങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു പ്രസന്റേഷനാണ് ഇവിടെ. ഈ പ്രസന്റേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ ചെറിയൊരു മാറ്റം നമുക്ക് തന്നെ തോന്നി തുടങ്ങും, ഇതിൽ വഴിയുണ്ട് എന്നുള്ളത്. ഇനി നമുക്കറിയാം, ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് വരുമാനം ഉണ്ടാക്കുന്ന മാർഗം 2 രൂപേണയാണ്. ഒന്ന് ജോലി ചെയ്തുകൊണ്ടും മറ്റൊന്ന് ബിസിനസ് ചെയ്തുകൊണ്ടും. അപ്പോ അല്ലാതെ ഉണ്ടാക്കാറില്ലേ, അത് വേറെ വിഷയം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല സംസാരിക്കുക. ഇവിടെ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം അല്ലെങ്കിൽ സാലറി അത് പിന്നെ കണക്കാക്കാൻ സാധിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ സാധാരണഗതിയിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാള്, അദ്ദേഹത്തിന് ഒരു മാസം ജോലി ചെയ്താൽ 15,000 മുതൽ 40,000 രൂപ വരെ ഏൺ ചെയ്യാൻ സാധിച്ചേക്കാം. അതിൽ 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 25,000 മുതൽ 60,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റിയേക്കാം. 24 മണിക്കൂറും ജോലി ചെയ്താൽ, അങ്ങനെ സാധ്യമാണോ ചോദിച്ചാൽ അത് പോസിബിൾ അല്ല. ഇനി അങ്ങനെ ഒരാൾ അത് മനക്കെട്ടാൽ തന്നെയും അദ്ദേഹത്തിന് 1,00,000-ൽ താഴെ മാത്രമേ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ അത് പേഴ്സണൽ എഫർട്ടാണ്, പേഴ്സണൽ പ്രസൻസ് ആണ്. സ്വന്തമായ അധ്വാനവും സ്വന്തമായ ഇടപെടലും കാരണം അദ്ദേഹത്തിന് ലിമിറ്റഡ് ഇൻകം ആണ് ലഭിക്കുന്നത്, പരിമിത വരുമാനം. സാധാരണക്കായ ആളുകൾക്ക് എപ്പോഴും 100-ന്റെയും 200-ന്റെയും 500-ന്റെയും 1000-ന്റെ സംസാരങ്ങൾ ഉണ്ടാകാൻ കഴിയുള്ളൂ. അവർക്ക് അത്ര സാധിക്കുള്ളല്ലോ. അതെ, ഈ ഒരു വിഭാഗം ഇങ്ങനെ. ഈ മറ്റൊരു വിഭാഗമുണ്ട്, അതാരാ? റിച്ച് മാൻ, സാമ്പത്തികമായി കുറച്ച് ഉയർന്ന ആളുകൾ. അവരെങ്ങനെയാണ് വരുമാനം കണ്ടെത്തുന്നത്? അവര് ഇപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള 8 മണിക്കൂറും 16 മണിക്കൂറും സാധിക്കുന്ന, 24 മണിക്കൂറും ജോലിയിൽ സാധിക്കുന്ന അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും വർക്കിംഗ് അവേഴ്സുകളെ സ്വന്തം വർക്കിംഗ് അവേഴ്സുകളാക്കി അവര് കണക്കാക്കിയിട്ട് അതിലൂടെ വരുമാനം കണ്ടെത്തുന്നു. അതായത് ഇപ്പൊ നമുക്ക് 24 മണിക്കൂറാണ്, അവർക്കും 24 മണിക്കൂറാണ്. പക്ഷെ അവർ അനേകം തൊഴിലാളികളെ വെച്ചുകൊണ്ട് അവരുടെ സമയങ്ങളെ ഇവരുടെ സമയമായി മാറ്റുന്നു. അതെങ്ങനെയാ പരിപാടി? ഉദാഹരണം പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവും. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട യൂസുഫ് സാറ്, അദ്ദേഹത്തെ 1,00,000-ഓളം തൊഴിലാളികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ 1,00,000-ഓളം കണക്കൂട്ടാൻ ബുദ്ധിമുട്ടാണ്, ഒരു 1,00,000 അങ്ങനെ പറയാം. അപ്പോൾ 1,00,000 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഒരാൾ 8 മണിക്കൂർ ജോലി ചെയ്താൽ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാറിന് ആ ഒരു ദിവസം ലഭിക്കുന്നത് 8,00,000 മണിക്കൂറാണ്. ഇപ്പൊ നമ്മുടെ റിലയൻസിനെ സംബന്ധിച്ചെടുക്കാം, അവിടെ 4,00,000-ഓളം തൊഴിലാളികൾ, 4,00,000 കണക്കൂട്ടാൻ നമുക്ക് സുഹൃത്തിന് വേണ്ടി. അപ്പൊ 4,00,000 തൊഴിലാളികൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്താൽ 4×8 32 ലക്ഷം മണിക്കൂർ അവർക്ക് ലഭിക്കുന്നു. ഇതാണ് സംഭവം. ഇത് നമുക്ക് ലഭിക്കാൻ സാധ്യതയല്ല, കാരണം നമുക്ക് ആളുകളെല്ലാം നാം ഒറ്റക്കാണ്, അവർ കൂട്ടമാണ്. അപ്പോ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് ഈ വിഭാഗത്തിലേക്ക് നമുക്ക് മാറണം. അതെങ്ങനെയാ സാധിക്കുക? നമുക്ക് വലിയ ബിസിനസ് ചെയ്യാം, കച്ചവടം ചെയ്യാം. ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ആ സ്ഥാപനം വിജയിക്കുമ്പോൾ അടുത്ത സ്ഥാപനം തുടങ്ങാം, പിന്നെ അടുത്ത സ്ഥാപനം തുടങ്ങാം. ഇങ്ങനെ ശൃംഖലയായിട്ട് നമുക്ക് തന്നെ വലിയ ഒരു ബിസിനസ്മാനായി വളരാം. അത് മതിയല്ലോ. എന്നാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഇതേ പ്രകാരം പാസീവ് ഇൻകം നമുക്ക് ലഭിക്കും. അതിനെന്താ മാർഗം? ബിസിനസ് ചെയ്യാം. അത് സാധിക്കോ? സാധാരണക്കാരായ ആളെ സംബന്ധിച്ച് ഈ ബിസിനസ് എന്നൊരു സംഗതി സ്വപ്നം കാണാൻ പോലും കഴിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് പെട്ടിക്കട തുടങ്ങാൻ പോലും 3 ലക്ഷം രൂപ വേണം. ചെറിയൊരു പെട്ടിക്കട, ഒരു കടല കച്ചവടം തുടങ്ങുമ്പോൾ ഒരു പെട്ടി മാത്രം പോലതിന് ഇത് കുറച്ച് പൈസ മുടക്കണല്ലേ. ഇനി സാധാരണ കച്ചവടം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക്
ഒരു ലാൻഡ് വേണം. ആ ലാൻഡിൽ നല്ല റൂമായിരിക്കണം, അതിൽ ഫർണിഷിങ് ചെയ്യണം, തട്ടടിക്കണം, സാധനങ്ങൾ നടക്കണം, എന്തൊക്കെ ചിലവുണ്ട്. അപ്പൊ ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ മുതൽ മുടക്ക് വേണം. അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടാണ് ആർക്കും ഒരുവിധ ആൾക്കാർ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോ ഇവിടെ ഇതൊന്നും ഇല്ലാത്ത സിസ്റ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് പിന്നെ വിത്തൗട്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ, സ്ഥല സൗകര്യങ്ങളോ അല്ലെങ്കിൽ വലിയ റൂം സൗകര്യങ്ങളോ പണിക്കാരോ വലിയ മുതൽ മുടക്കോ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഈ ഒരു സംവിധാനം. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സാധാരണ കച്ചവടത്തെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, നാടൻ കച്ചവടം. ഇവിടെ ഒരു വസ്തു നമ്മളെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ആൾ കൈമാറിക്കൊണ്ടാണ് എത്തുന്നത്. വലിയ പരസ്യക്കാരാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് സൂചിപ്പിക്കാം. അതായത് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന ഒരു വസ്തു ഒരിക്കലും ഒരു കസ്റ്റമറിലേക്ക് നേരിട്ട് എത്തുന്നില്ല. അത് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും അവിടുന്ന് സിയാൻ ആൻഡ് ക്ലിയറൻസ് ഫോർവേഡ് ഏജന്റിലേക്കും അവിടുന്ന് സോണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും അവിടുന്ന് അങ്ങോട്ട് സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറിലേക്കും ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടറിലേക്കും അവിടുന്ന് അങ്ങോട്ട് ഹോൾസെയിൽ ഡീലറിലേക്കും ഈ ഹോൾസെയിൽ ഡീലറിൽ നിന്നാണ് നമ്മൾ റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ ഒരു 6-7 ആളുകൾ കൈമാറിയപ്പോൾ റീറ്റെയിൽ ഷോപ്പിൽ ഈ വസ്തു എത്തി. ഈ എത്തിയ സാധനം നമ്മൾ ചെന്ന് ചോദിക്കുന്നത് ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഉദാഹരണം പറയാം, ലെക്സ് സോപ്പ്. ഈ ലെക്സ് സോപ്പ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് ഈ ലെക്സ് എന്നുള്ള പേര് ഈ പീഡിയക്കാരൻ അല്ലെങ്കിൽ ഈ റീറ്റെയിൽ ഷോപ്പുകാർ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല. അതെങ്ങനെ നമ്മൾ അറിഞ്ഞു? റേഡിയോയിലൂടെ അല്ലെങ്കിൽ TV-യിലൂടെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങളിലൂടെ കിട്ടിയതാണ്. അതാരാ തന്നത്? ഞാനും നിങ്ങളും പരസ്യം ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചോളുന്നില്ല. ഇവിടെ സെലിബ്രിറ്റികളായ ആളുകൾ, ഐശ്വര്യരായാണ് പോലും ഇത് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് ലെക്സ്. അപ്പൊ സെലിബ്രിറ്റികളായ ആളുകളാണ് ഇത് പരസ്യം ചെയ്യുക. അപ്പൊ അതിന് വേണ്ടി വലിയൊരു എമൗണ്ടും ഇവർ മുടക്കുന്നു. അപ്പൊ ഇടനിലക്കാരും പരസ്യക്കാരുമാണ് വലിയൊരു എമൗണ്ട് കൊണ്ടുപോകുന്നത്. ഒരു 100 രൂപ വിലയുള്ള വസ്തുവിനെ 40% മാത്രമേ അതിന് കോസ്റ്റ് ഉണ്ടാവുള്ളൂ, അടിസ്ഥാന വില ഉണ്ടാവുള്ളൂ. ബാക്കി വരുന്ന 60% കൊണ്ടുപോകുന്നത് ഈ പറയപ്പെട്ട ഇടനിലക്കാരും പരസ്യക്കാരുമാണ്. എന്നാൽ സാധാരണ കച്ചവടം ഇങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എങ്ങനെയാണ്? ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ മാറ്റമുണ്ട്. ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു വസ്തു, അത് ഒരു കമ്പനി, ആ കമ്പനി ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് മാന്യമായ വില കൊടുത്താണ് പർച്ചേസ് ചെയ്യുന്നത്. അവിടെ എനിക്ക് പോയിന്റ് പറയാനുണ്ട്. സാധാരണഗതിയിൽ സാധാ കച്ചവടങ്ങളിലൊക്കെ കൃഷിക്കാരൊക്കെ പട്ടിണിയാണ്, കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു, കൃഷിക്കാർക്ക് വലിയ വിഷമമുണ്ടാകുന്ന സാഹചര്യം പൊതുവെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ ഞങ്ങളെ പള്ളിന്റെ മുന്നിലൊക്കെ വെള്ളിയാഴ്ച 3 കിലോ 100 നേന്ത്രപ്പഴം കാണാറുണ്ട്. ഒരു നേന്ത്രപ്പഴം ഉണ്ടാക്കുന്ന ആ കഷ്ടപ്പാട് കണ്ട ഒരു കിലോനല്ല, ഒരു കൊലക്ക് 1000 രൂപ കൊടുത്താൽ പോലും നമുക്ക് അവർക്ക് മതിയാവും നമുക്ക് തോന്നൂല. അത്രയും കഷ്ടപ്പാടിന്റെ പിന്നിലുണ്ട്. എന്നാൽ ആ സ്ഥാനത്ത് 3 കിലോ 100 രൂപ എന്ന് പറയുമ്പോൾ ആ കൃഷിക്കാരുടെ അവസ്ഥ എത്ര? അപ്പോ പരമാവധി അത് ഉണ്ടാക്കുന്ന ആളുകളെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് നാടൻ രീതിയിൽ പോകുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ മാന്യമായ ഒരു വില കൊടുത്തിട്ടാണ് കമ്പനി ഏറ്റെടുക്കുന്നത്. പിന്നെ ആ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം കമ്പനിയുടെ ഔദ്യോഗികമായ ഡിസ്ട്രിബ്യൂട്ടർ മുഖാന്തരം കസ്റ്റമറിലേക്ക് എത്തുന്നു. ഇവിടെ പരസ്യക്കാരില്ല. എന്നാൽ ഇല്ലേ? ഉണ്ട്. അതെങ്ങനെയാണ്? അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ. ഉദാഹരണം പറയാം, ഞാൻ ഒരു പേസ്റ്റ് ഉപയോഗിച്ചു, എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. ആ പല്ലുവേദന എൻ്റെ ഈ പേസ്റ്റ് ഉപയോഗിച്ചപ്പോഴാണ് മാറിയത്. അതുകൊണ്ട് നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറയുന്ന പരസ്യം. ഞാൻ ഗ്യാസിന്റെ വലിയ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഈ ലിവാഗിന്റെ ടോണിക് കഴിച്ചപ്പോൾ എനിക്ക് ഗ്യാസ് മാറി, ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറയുന്ന അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ, നേരായ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്നത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ചെലവില്ല. അപ്പൊ ആ ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോകുന്ന നേരത്തെ പറഞ്ഞ 60% ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു കമ്പനി, ഈ ഒരു ടീമിലേക്ക് വീതിച്ചു കൊടുക്കുന്ന സിസ്റ്റത്തിനാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയാം. അതാണ് ഇവിടെ നടക്കുന്നതും. നേരത്തെ പറഞ്ഞതും ഇതും തമ്മിലുള്ള മാറ്റം എന്താണ്? നേരത്തെ പറയുമ്പോൾ 6-7 ആളുകൾ മുതലാളിമാരായിക്കൊണ്ടിരിക്കുന്നു. അവർ ആദ്യമേ മുതലാളിമാരാണ്, വലിയ പണക്കാരാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ, മുതലാളിമാരാകാൻ അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനുള്ള സിസ്റ്റം. ഇവിടെ വിദ്യാഭ്യാസമല്ല, ഒന്നുമില്ല, അവന്റെ പ്രവർത്തനം മാത്രം മതി. നമുക്കറിയാലോ, ഇത് ഇന്ന് ഇന്ത്യയിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി തന്നെ പറയാം. 2014 ഒരു പത്രക്കട്ടിക വന്നാണിത്. 2025 18 മില്യൺ യുവാക്കൾ ഇതിന്റെ പിന്നിൽ സജീവ പ്രവർത്തകരാകുമെന്ന് അന്ന് ഫിക്കി KPMGന്റെ ഒക്കെ ഒരു അഭിപ്രായ സംഗതി 2014 നടന്ന സംഭവമാണ്. എന്നാൽ അതിന്റെ ഒരു വലിയൊരു തെളിവാണ് ഇന്നൊക്കെ നമ്മളെ GTA സെന്ററുകളൊക്കെ. ഇപ്പൊ ഇന്നലെയൊക്കെ മലപ്പുറത്ത് ചരിത്രത്തിൽ ആദ്യമാണ് അത്ര ആളുകൾ, അത്രയും ജനങ്ങളാണ്. എന്നാൽ സോമകുമാർ സാറ് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഇങ്ങനെ നമ്മളെ സെന്ററുകളൊക്കെ നിറഞ്ഞു കഴിയുന്നതിലേക്ക് സൂചനയാണ്. മാത്രമല്ല അവിടെ എവിടെ നോക്കിയാലും ചെറുപ്പക്കാരായ ആളുകളെ കാര്യമായിട്ട് കാണുന്നത്. 18 മില്യൺ യുവാക്കൾ എന്നാണ് അത് പറഞ്ഞത്. ഈ 18 മില്യൺ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന അഭ്യസ്ത വിദ്യരായ ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 2015 ജൂലൈ 29 കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം നടത്തിയതാണിത്. ഇത് അനുവദിച്ചുകൊണ്ട് ഇത് ആ സമയത്ത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഗിഫ്റ്റ് എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന സംഘടന സർക്കാർ ഉണ്ടാക്കുന്നു. ആ സമയത്ത് ഒരു ജനങ്ങൾക്ക് ഇതൊക്കെ ഒരു അവബോധം നൽകാൻ വേണ്ടി ഒരു പഠന കളരികളും ബുക്കുകളൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ഒരു പുസ്തകത്തിന് സന്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുതിയതാണിത്. മന്ത്രി പി തിലോത്തമൻ കുറെ ആളുകളൊക്കെ ഇതിൽ കാണാം. ഇത് 2021 ഡിസംബർ 28 കേന്ദ്ര സർക്കാർ ഇറക്കിയ ഒരു വിജ്ഞാപനമാണ്. ഇത് അനുവദിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ കേന്ദ്രമായി കേരളമായി. മാത്രമല്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19 2025 ഫെബ്രുവരി 19 തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നമുക്കൊരു വലിയൊരു സൗകര്യം ചെയ്തു തരികയുണ്ടായി. അതായത് ഡയറക്ടർ സെല്ല് മാർഗരേഖ പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് സമർപ്പിക്കുകയുണ്ടായി. ഏകദേശം 10,27,000 ആളുകൾ പങ്കെടുത്ത സദസ്സിൽ 80% ഐലിഎഫിന്റെ ആളുകളായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമല്ല. നമ്മളൊക്കെ ആ തൊപ്പിക്കാരൊക്കെ നേരിട്ട് കണ്ട ആളുകളാണ് നമുക്കൊരു. ഇന്ന് CITU, INTUC, STU, AITUC തുടങ്ങി പ്രമുഖ ഒരുപാട് യൂണിയനുകൾ ഇതിന് സപ്പോർട്ടാണ്. അതുപോലെ നമ്മുടെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പല സ്ഥാപനങ്ങളിലും ഇത് MBA പോലെയുള്ള ബിസിനസ് കോച്ചിങ്ങിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ആനുവൽ റിപ്പോർട്ട് 2019-20 റിപ്പോർട്ട് പ്രകാരം 170 രാജ്യങ്ങളിലായിട്ട് 180.5 കോടിയുടെ ഡോളറിന്റെ ഒരു ഇൻഡസ്ട്രിയായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഈ കാണിക്കുന്നത്. മാത്രമല്ല 2019 $2.47 ബില്യൺ സെയിൽസ് നടത്തിക്കൊണ്ട് ഇന്ത്യ 15ാം സ്ഥാനത്ത് എത്തിയതിന്റെ പത്രക്കട്ടിയും കാര്യങ്ങളും വാർത്തയാണ് ഈ കാണുന്നത്. ഇങ്ങനെ എല്ലാ മേഖലയിലും ഇത് പഴയ കണക്കാണ്. 2019 ഇനി എവിടുന്ന് വരാൻ കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ആ സമയത്തൊക്കെ GTS സെന്റർ എവിടെയെങ്കിലും ഉള്ളത്. ഇന്ന് GTS സെന്റർ കണ്ണി നമുക്കുണ്ട്. ആ സമയത്ത് എവിടെയെങ്കിലും ഷോപ്പുള്ളൂ. ഇന്ന് കണ്ണി ഷോപ്പുണ്ട്. ഇനി ഷോപ്പ് അധികരിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇത് സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. നമ്മളെ പറ്റിയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ ഡയറക്ട് സെല്ലിനെ കുറിച്ചാണ്. ഇനി നമ്മളെ പറ്റി പറയാൻ പോവാ. അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് കമ്പനികൾ നമ്മുടെ മുന്നിലുള്ള 461-ലധികം കമ്പനി ഉണ്ടെന്ന് കേൾക്കുന്നു. എന്നാൽ ഇതിൽ ഏത് കമ്പനിയാണ് നാം സ്വീകരിക്കുക? പല കമ്പനികളും നമുക്കുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് പോയി ചാടാൻ പാടില്ല. പല ആളുകളും പലതും അതിന് നെഗറ്റീവ് അടിച്ചു കുത്തിരിക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിൽ കൂടെ കണ്ടേനും. അപ്പൊ നാം ഏത് സ്വീകരിക്കും? നമുക്കറിയാം ഒരു കമ്പനിയെ നാം തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇവിടെ കൂടിയ ആളുകളൊക്കെ ഒരു പേസ്റ്റെങ്കിലും ഉപയോഗിക്കാത്തവരും ഉണ്ടാവില്ല എന്നുള്ളത് അതിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ആർക്കെങ്കിലും നെഗറ്റീവ് കിട്ടിയണമെന്ന് എനിക്ക് സാധ്യത കുറവാണ്. എന്ന് വെച്ചാൽ 99.5% നമുക്ക് റിസൾട്ട് ഉള്ളൂ. ഇനി ആർക്കെങ്കിലും ഒരു 0.5% ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാവും പേസ്റ്റിന്റെ കാര്യത്തിൽ. അങ്ങനെ ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രോവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്. വിജയിച്ച ആളുകളുടെ റെക്കോർഡ്, കൂടുതൽ വിജയികൾ ഈ ഒരു ഏത് മേഖലയിലാണ് നോക്കണം. അത് ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്, ചെയ്യാൻ എളുപ്പമാണോ എന്ന് നോക്കുക. വളരെ ഭാരപ്പെട്ട പ്രയാസപ്പെട്ട കഷ്ടപ്പാടുള്ള ജോലികളാണ് അതിന്റെ പിന്നിലുള്ളത് ശിക്ഷയിൽ പ്രയാസം തന്നെയാണല്ലോ. നോർമലായിട്ട് സാധാരണഗതിയിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റിയ രൂപത്തിലാണെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടോ? അതുപോലെ തന്നെ സ്ട്രോങ് മാനേജ്മെന്റ് ആണോ ലീഡേഴ്സ് ഒക്കെ? ഇത് നല്ലൊരു പ്ലാൻ ഉണ്ടോ? ഈ 6 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നല്ല പ്രൊഡക്റ്റ് വേണം, ഇതിൽ കുറെ പ്രവർത്തിച്ച് വല്ലതും നേടിയ കുറെ ആളുകൾ വേണം, ചെയ്യാൻ എളുപ്പമാണ്, ഇത് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടോ ശ്രദ്ധിക്കണം, നല്ല മാനേജ്മെന്റ് ആണോ, നല്ല പ്ലാൻ ആണോ? ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു കമ്പനിയിലേക്ക് ഒരാൾ കാലെടുത്ത് വെക്കേണ്ടത്. എന്നാൽ എല്ലാ കമ്പനിയിലും ഈ 6 കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒന്നിൽ പ്രൊഡക്റ്റ് നന്നാകുമ്പോൾ പ്ലാൻ മറ്റൊരു രൂപത്തിലേക്കാരം, പ്ലാൻ നന്നാകുമ്പോൾ പ്രൊഡക്റ്റ് മോശമായിക്കാരം, അല്ലെങ്കിൽ വിജയികൾ വളരെ കുറവായിക്കാരം. പല കോലത്തിലാണ്. ഇവിടെ നോക്കാം, ഈ പറയപ്പെട്ട 6 കാര്യങ്ങളും ഉൾക്കൊണ്ട ഇന്ത്യൻ ബേസ്ഡായ ഒരു കമ്പനിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആ കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു മഹിതമായ പ്രസ്ഥാനം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 700 ചെയ്യാൻ എളുപ്പമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് 700-ലധികം, ഏകദേശം 750ഓളം ഷോപ്പുകൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ പ്രമുഖ സിറ്റികളിലൊക്കെ ഇത് സംഗതി ഉണ്ട്. മാത്രമല്ല നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ത്യ ഷോപ്പ് എന്ന സൈറ്റും നമുക്ക് സ്വന്തമായുണ്ട്. അത് അറിയുന്ന ആളുകൾക്ക്, അറിയാത്തവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്യാഷൊക്കെ പോകാനൊക്കെ സാധ്യത. അറിയുന്ന ഒരാളെ വെച്ചിട്ട് ഫസ്റ്റ് ചെയ്തിട്ട് പിന്നെ സ്വന്തം ചെയ്ത് പോയാൽ മതി. എന്നാൽ ഓൺലൈനിൽ കിട്ടുന്ന രൂപത്തിലേക്ക് ആകരുത്.
ഇന്നലെ ഞാനൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടൊരു അബദ്ധം പറ്റിയത് ഞാൻ തന്നെ എന്റെ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായത്, മറ്റുള്ളവർ ഷെയർ ചെയ്ത് കണ്ടു ഞാനത്. അതായത് ഒരു മഹാബൃംഗറാജ് എയർ ഓയിൽ നമ്മളെ പാക്കറ്റ് പൊട്ടിച്ചു വെച്ചതും, അതുപോലെ തന്നെ ഓൺലൈനിൽ വാങ്ങിയൊരു പാക്കറ്റ് നമ്മൾ ആനി എണ്ണക്കൊട്ടനായിട്ട് മാറ്റി, ഞങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, ആനി എണ്ണക്കൊട്ടൻ എന്നാ പറയാം. അത് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെയൊക്കെ മറ്റുള്ള സൈറ്റുകളിൽ കാണുന്നല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒറിജിനൽ ആയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള സാധനം കിട്ടുന്ന സൈറ്റ് ഇന്ത്യ ഷോപ്പിൽ മാത്രമാണെന്ന് ഒന്ന് അടിവരയിട്ട് പറയുന്നു. ഇനി ഇതിൽ പല സംഗതികളും നമുക്ക് അകത്തേക്ക് കഴിക്കാനുള്ളതായത് കൊണ്ട് തന്നെ രോഗശമനം ഇതിൽ വരുന്ന മരുന്നല്ലെങ്കിലും മരുന്നിന്റെ ഫലം ചെയ്യുന്ന സംഗതി ആയതുകൊണ്ട് അകത്തേക്ക് കഴിക്കാനായതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ, അത് സർക്കാരിന്റെയാണ്, സർട്ടിഫിക്കേഷൻ അടക്കം ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കേഷനും, പിന്നെ FSSAI സർട്ടിഫിക്കേഷൻ, അത് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ, നമ്മുടെ ബെന്ന്, ജാമ്, അതുപോലെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ പിന്നെ മുകളിലൊക്കെ ബിസ്ക്കറ്റിന്റെ മുകളിലൊക്കെ ഈ സാധനം ഉണ്ടാവും. പിന്നെ ഒറാക്ക സർട്ടിഫിക്കേഷൻ, ഓക്സിജൻ റാഡിക്കൽ അബ്സർബേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്ന, അത് നമ്മുടെ 95ന്റെ സർട്ടിഫിക്കേഷനാണ്. ഇങ്ങനെ ഒന്നിലധികം സർട്ടിഫിക്കേഷൻ ഓരോ പ്രൊഡക്റ്റുകൾക്കും ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നോൺ GMO സർട്ടിഫിക്കേഷൻ, അതായത് ജനിതക മാറ്റം വരുത്തിയ ഒരു പ്രൊഡക്റ്റും ഇതിലില്ല, തീർത്തും സേഫ് ആണെന്ന് സർക്കാർ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ, അത് ക്ലിനിക്കലി ടെസ്റ്റ് നടത്തിയ സർട്ടിഫിക്കേഷൻ, തീർത്തും വെജിറ്റബിൾ ക്യാപ്സൂൾ ആണെന്ന് അറിയിക്കുന്ന സർട്ടിഫിക്കേഷൻ, നാച്ചുറൽ ആണെന്ന് തെളിയിക്കുന്ന മറ്റൊരു സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ അലിസിൻ ഉൾപ്പെട്ട ഉൽപ്പന്നമല്ല നമ്മളെ പിന്നെ ഡയാബലൈഫ്, അതുമായി ബന്ധപ്പെട്ട ഒരു പാറ്റന്റ് ലഭിച്ച ഒരു സർട്ടിഫിക്കേഷൻ, GMP സർട്ടിഫിക്കേഷൻ, അത് മാനുഫാക്ചറിങ് കമ്പനിക്കുള്ളതാണ്, MHRA മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇങ്ങനെ സർട്ടിഫിക്കേഷൻ തുടങ്ങി. കൂടാതെ സാധാരണ നമ്മുടെ നാടൻ സംഗതികളിൽ ബിസ്ക്കറ്റ്, പിന്നെ പോലെ വസ്തുക്കൾ കാണുന്ന മറ്റൊരു സർട്ടിഫിക്കേഷൻ, പിന്നെ OMRI സർട്ടിഫിക്കേഷൻ, ആയുഷിന്റെ മറ്റൊരു സർട്ടിഫിക്കേഷൻ തുടങ്ങി ഒരുപാട് ഇതിലില്ലാത്ത ഇനി വേറെ ഞാൻ 1-2 സർട്ടിഫിക്കേഷൻ കണ്ടു ഇതിനിടയിൽ കൂടെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഗതികളുള്ള ആധികാരികമായിട്ടുള്ളതാണ് തെളിയിക്കുന്ന ഒരുപാട് സർട്ടിഫിക്കേഷൻസ് നമുക്ക് ഇതിന്റെ പിന്നിലുണ്ട്. കൂടാതെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഇൻക്ലൂഡ് ആണ്. ചില ആളുകൾ അത് ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. പിന്നെ മറ്റൊരു കാര്യം പറയാം, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, റാൻബാക്സ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ച് 40-48 വർഷം പ്രവർത്തിച്ച് പരിചയമുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ DB അനന്തനാരായണൻ സാറും, അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡായ KK രാജേഷ് സാർ തുടങ്ങി ഏകദേശം 60-ലധികം സയന്റിസ്റ്റുമാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മേഖല കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് ഒരു ആകത്തുക പറയാനുള്ളത്. ഇനി നമ്മളെ ഇവിടെ വെൽനെസ് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. രോഗം വന്ന് ചികിത്സിക്കുന്ന ഒരു സിസ്റ്റം അല്ല. രോഗം വരുന്നതിന് മുന്നേ നാം കഴിച്ച് നമ്മുടെ ശരീരത്തെ ഒരു എന്താ പറയാ, ഒരു പ്രിപ്പറേഷൻ ആക്കുന്ന ഒരു ഇതിലേക്കാണ്. ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, കർക്കിടക മാസം വരുമ്പോ കർക്കിടക കഞ്ഞി കുടിക്കുന്നു, അതാ കർക്കിടകത്തിന് പനി വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. എന്നതുപോലെ നമ്മൾ മുൻകൂർ കഴിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ് വെൽനെസ് ഐറ്റംസുകൾ. രോഗം വന്നിട്ട് കഴിക്കേണ്ടതല്ല. നമ്മൾ പല ആളുകൾ രോഗികളെ തെരഞ്ഞു പിടിക്കുന്നുണ്ട്, അങ്ങനെ വേണ്ടെന്ന ലീഡേഴ്സും കമ്പനി പറയുന്നത്. ഈ വെൽനെസ് ആണിത്. എന്നാൽ രോഗം മാറുന്നില്ലേ? അത് മാറും. അതെങ്ങനെയാണ്? രോഗലക്ഷണങ്ങൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് രോഗം മാറുന്നു എന്നതിൽ കവിഞ്ഞ് ഇത് മരുന്നായിട്ടല്ല കൊടുക്കേണ്ടത്. ദി ഗ്രേറ്റ് വെൽത്ത് ഈസ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ വെൽത്ത്, ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്നൊരു സന്ദേശം ഇവിടെ കാണാം. ഇവിടെ എലമെന്റ്സ്, ഓണാനോണ്, ആഹാർ, MI ഹോം, ന്യൂ സ്റ്റാർ, ഇന്ത്യ ഗ്രോ എന്നിങ്ങനെ 6 വിഭാഗം കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ വളരെ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ കമ്പനിയാണ്, നമ്മുടെ ഒരു വിഭാഗമാണ് നമ്മുടെ എലമെന്റ്സ് വിഭാഗം. ഇതിനെ സംബന്ധിച്ച് അത്രയും പറയാൻ കാരണം, ഇത് ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കമ്പനിയാണ് 2019-ലും 2022-ലും 2024-ലും. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കമ്പനിയാണ്. അപ്പോ ഇനി നമുക്ക് കുറച്ച് പ്രൊഡക്റ്റിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ എലമെന്റ്സ് വിഭാഗത്തിൽപ്പെട്ട പ്രൊഡക്റ്റ് കാര്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ലിവാഗെയിൻ, ലിവർ സംരക്ഷണത്തിനാണ്. ഗ്യാസ്, പുണ്ണ്, അസിഡിറ്റി, മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ പൊതുവെയുള്ള ക്ഷീണം, അലസത, അമിതമായ ഉറക്കം തുടങ്ങിയ ഒരുപാട് കാര്യത്തിന് പറ്റുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ ലിവാഗെയിൻ. ഗ്യാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഇപ്പൊ ഞാനൊക്കെ ഇത് നിലനിൽക്കാൻ കാരണം ഈ സാധനം. അതുപോലെ തന്നെ മറ്റു കാര്യം പിന്നീട് പറയുന്നുണ്ട്. ഗ്യാസിന് വേണ്ടി ഇത്ര പഴക്കം ചെന്ന ഗ്യാസ് ആണെങ്കിലും ഒരു 3-4 മാസം കറക്റ്റ് കഴിക്കുമ്പോൾ ചിട്ടയോട് ലീഡേഴ്സിന്റെ ചോദിച്ചറിഞ്ഞ് സംസാരിച്ച് ചെയ്യേണ്ടതാണ്, ഒറ്റയടിക്ക് ചെയ്യേണ്ടതല്ല. എന്നിരുന്നാലും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, ആഴത്തിൽ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണോ എല്ലാം മനസ്സിലാക്കാം, പ്രത്യേകിച്ച് ലിവാഗെയിൻ. പിന്നെ
കഫം എളുപ്പത്തിൽ പുറന്തള്ളാനും ചുമയിൽ നിന്നും ആശ്വാസം ലഭിക്കാനും സഹായിക്കുന്ന ഉൽപ്പന്നം. കഫക്കെട്ട്, അലർജി സംബന്ധമായ ചുമക്കും ടോൺസിലൈറ്റിസ് അവസ്ഥക്കും ഗുണം ചെയ്യുന്നു. പ്രമേഹക്കാരുടെ ചുമക്കും ഫലം. കാരണം എന്താ വെച്ചാൽ അതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വുമൺ കമ്പാനി, സ്ത്രീകളുടെ ആർത്തവുമായി ബന്ധപ്പെട്ട യൂട്രസുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നം തീർക്കാനുള്ളതാണിത്. അതായത് അമിതമായ ആർത്തവം ഇല്ലാത്ത അവസ്ഥ, ആ സമയത്തെ വേദന, അതുപോലെ തന്നെ PCOD പ്രശ്നങ്ങൾ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കുട്ടികളില്ലാത്ത അബോർഷൻ കേസുകൾ, കൂടുതൽ അബോർഷൻ ആകുന്ന ടീമിന് വളരെ ഫലം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. 9 പേർക്ക് അൽഹംദുലില്ലാഹ് അതിൽ 9-ൽ 7 പേർക്കും പിന്നെ 9 പേർക്ക് മക്കളായെന്ന് ഞാൻ പറയാൻ കൊണ്ടുവന്നത്. ഈ മക്കളായ കൂട്ടത്തിൽ 7 പേർക്കും അബോർഷൻ കേസിന് അത് വുമൺ കമ്പാനി കൊടുത്തിട്ടാണ് റെഡി ആയിട്ടുള്ളത്. പിന്നെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ രക്തം ശുദ്ധിയാക്കാനുള്ള ഒരു സിദ്ധൌഷധം തന്നെ പറയാം, ദിവ്യൌഷധം എന്നാണ് പറയേണ്ടത്. അതായത് നമ്മുടെ രക്തത്തിലെ മാലിന്യം കാരണം വരുന്ന പഴക്കം ചെന്ന ചൊറികള്, കുരുകള്, മുഖക്കുരു, ചുണങ്ങ്, കറുത്ത പാടുകൾ, ചർമ്മരോഗം തുടങ്ങിയ ഒരുപാട് കാര്യത്തിന് ഫലം ചെയ്യുന്നതാണ്. നമ്മുടെ വണ്ടിയൊക്കെ കറക്റ്റായിട്ട് 3000-4000 കിലോമീറ്റർ നമ്മൾ സർവീസ് ചെയ്യും, അതിൽ ഓയിൽ മാറ്റും, ക്ലിയർ ആകും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓയിൽ മാറ്റാൻ നമുക്ക്, അല്ലെങ്കിൽ മാറ്റാൻ ശുദ്ധിയാക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു അവസരം ഇന്ന് നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. മുറിവ്, തീപ്പൊള്ളൽ എന്നിവയ്ക്ക്, പ്രത്യേകിച്ച് പ്രമേഹക്കാരുടെ മുറിവിനൊക്കെ പറ്റുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം. ഈ മൂല രോഗമുള്ള ആളുകൾ ഉണ്ടാവും, മൂലക്കുരു പോലെ, അതിന്റെ മുറിക്ക് ഇത് പറ്റുന്നുണ്ട്. തീപ്പൊള്ളൽ മുറി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പാടും കലയും കൂടി മാറി കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പേശിവേദന, സന്ധിവേദന, തലവേദന തുടങ്ങിയ വേദന പുറമെ പുരട്ടാനുള്ള ജെല്ല്, അതുപോലെ തന്നെ നമ്മുടെ പ്രസവന്ധ്യത പ്രശ്നങ്ങൾ പരിഹരിക്കാനും, മാനസിക സമ്മർദ്ദം, പ്രമേഹം തുടങ്ങി ഒരുപാട് പ്രയാസം കൊണ്ടുള്ള ലൈംഗിക പ്രയാസം തീർക്കാനും, അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഒരു ആനന്ദപ്രദമായ ജീവിതത്തിനും പ്രത്യേകിച്ച് ഒരു ഉന്മേഷം കിട്ടാനൊക്കെ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ മാൻശക്തിമാൻ. ഇത് ബാലൻസിങ് പുരുഷ ഹോർമോൺ ബാലൻസ് ചെയ്യാനുള്ളതാണ്. മക്കളുണ്ടാകാൻ താമസം വരുന്ന കൗണ്ട് കുറവെന്നുള്ള പ്രശ്നത്തിന് നല്ല പരിഹാരമായി വരുന്നു. ഇതും വുമൺ കമ്പാനിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ 9 പേർക്ക് മക്കളായൊരു അനുഭവം എനിക്ക് തന്നെ ഞാൻ കൊടുത്തിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് നമുക്ക് 46ഓളം ആളുകൾക്ക് മക്കളായി എന്നുള്ള ആള് മീറ്റിംഗിൽ വെച്ച് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല ആളുകൾക്കും മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാൻ നമ്മുടെ കമ്പനി കാരണമായി എന്നുള്ളത് കൂടി നാം ഓരോരുത്തർ മനസ്സിലാക്കുക. മാനശക്തി അത്രയും പവർഫുൾ സാധനമാണ്. എന്നാൽ മാർക്കറ്റിൽ ലഭിക്കുന്ന 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 2 മണിക്കൂർ മുന്നേ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലഭിക്കുന്ന വയാഗ്ര വിഭാഗത്തിൽപ്പെട്ട ഉൽപ്പന്നമല്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. 3-4 മാസം കഴിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുവരേണ്ട ഉൽപ്പന്നമാണ്, അല്ലാതെ താൽക്കാലിക ആവശ്യത്തിനുള്ളതല്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആയിരക്കണക്കിന് ആളുകൾക്ക് മക്കളായ സന്തോഷം എപ്പോഴും നമ്മൾ കമ്പനി എടുത്ത് പറയാറുണ്ട്. പിന്നെ ഇതാ നോക്കാം, 5 സ്ട്രെസ്, മാനസിക പിരിമുറുക്കം. ഒരിക്കലും മാനസിക രോഗത്തിനുള്ള മരുന്നല്ല. മാനസിക പിരിമുറുക്കം, സ്ട്രെസ്, ഉത്കണ്ഠ, മനക്ലേശം, ഉറക്കമില്ലായ്മ, ഇങ്ങനെ ഒരുപാട് ഈ ഒരു വിഷയത്തിൽ പ്രയാസപ്പെടുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗപ്പെടും. അതുപോലെ ഭാര്യ ഭർത്താവ് വീട്ടിലുള്ള പ്രശ്നത്തിന് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന സംഗതിയാണ്. സ്ട്രെസ് കുറക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. തലവേദനയൊക്കെ വരുന്നത് സ്ട്രെസ് കൊണ്ടാണ്. നമ്മളെ ഈ തലവേദനയ്ക്ക് ഈ കൂട്ട് കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മൈഗ്രെയിൻ തലവേദനയുള്ള ആൾക്ക് കാര്യമായിട്ട് സ്ട്രെസ് ഓവറേക്കാരം. അപ്പൊ അത് പാകാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു മൈഗ്രെയിൻ വിഷയം കുറഞ്ഞു വരികയാണ്. അല്ലാതെ മൈഗ്രെയിൻ തലവേദനകളുടെ സാധനമൊന്നുമല്ല. ഇനി ഇമ്മ്യൂണോപ്പതി, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, പൊളിച്ചതുകളുടെ ദഹനക്കുറവ്, ചെറിയ വയറുവേദന തുടങ്ങി ഒരുപാട് വിഷയം. ഇത് ത്വക്കിനെ സംരക്ഷിക്കാനും കണ്ണിന്റെ കാഴ്ച കൂട്ടാനൊക്കെ ഒരു രക്തശുദ്ധി വരുത്താനൊക്കെ പറ്റുന്ന സംഗതിയാണ്. ശോധനയാണ് മനസ്സിന്റെ പ്രധാനം. ആയുർവേദ മേഖലയിൽ ചികിത്സയ്ക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് വയറ് ഇളക്കിയിട്ടാണ് ചികിത്സ തുടങ്ങുള്ളൂ. അപ്പൊ അതിന്റെ പ്രാധാന്യമാണ്. ഒരുപാട് അഴുക്കുകൾ ശരീരത്തിലുണ്ടാവും, ആ അഴുക്ക് രക്തത്തിലും വലിഞ്ഞു കയറും. അപ്പൊ അതൊക്കെ നമുക്ക് രോഗങ്ങളായിട്ട് വരും. അപ്പൊ അതില്ലാതിരിക്കാൻ ശോധന അത്യാവശ്യമാണ്. കൃത്യമായ ശോധനക്ക് നമ്മുടെ ഇമ്മ്യൂണോപ്പതി വലിയ ഫലം ചെയ്യുന്നുണ്ട്. അസ്ഥികളുടെ ബലക്ഷയം കുറച്ച് ഉറപ്പും ബലവും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് നോവേദന ക്യാപ്സൂൾ. നീർക്കെട്ട്, വീക്കം മുതലായ തഴുതാമയാണ് പ്രധാന ചേരുവ. കുറെ സാധനങ്ങൾ അതിലുണ്ട്. മുരിങ്ങക്കണ്ടയിൽ തഴുതാമ, ആമവാദം പോലെയുള്ള വിഷയത്തിനൊക്കെ വലിയ ഫലം ചെയ്യുന്നത് ഈ ദുഷിച്ച നീരുകൾ തടിമെന്ന് പോകുന്നത് കൊണ്ടാണ്. അപ്പോ നോവേദന ക്യാപ്സൂൾ ആമവാദത്തിനും ശരീരവേദന, അതുപോലെ തന്നെ പിന്നെ പഴയ ജോയിന്റ് വേദന, സന്ധിവേദന ഒന്ന് തന്നെയാണ്. ചുരുക്കി ഈ വിഷയത്തിലൊക്കെ നമുക്ക് വലിയ ഫലം ചെയ്യുന്നുണ്ട്. പിന്നെ വെൽഹാർട്ട്, ഹൃദയമുള്ള ഓരോ ആളുകളും കഴിക്കേണ്ടതാണ്. ഒരു 20 വയസ്സ് മുതൽ കഴിക്കണം. ഹൃദയാരോഗ്യത്തിനാണ് കാര്യമായിട്ടുള്ളത്. ചീത്ത കൊളസ്ട്രോളും ചെറിയ ബ്ലോക്കുകളും ഒഴിവാക്കി രക്തപ്രവാഹം എളുപ്പമാക്കുന്നു. സൂക്ഷ്മ രക്തക്കുഴലുകളുടെ ഇടയിലുള്ള രക്തപ്രവാഹത്തെ ത്വരിതപ്പെടുത്തുന്നു എന്നതിനെ സംബന്ധിച്ച് പറയാറുള്ളത്.
ദോഷകരമായ ധമനികളിലുള്ള ദോഷകരമായ കൊളസ്ട്രോൾ അലിയിപ്പിക്കുവാൻ സഹായിക്കുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് വെൽഹാർട്ട്. സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് 30ന്റെയും 40ന്റെയും ഇടയിലുള്ള ആളുകൾ, 30 പോണ്ട 20ന്റെയും 40ന്റെയും ഇടയിലുള്ള ആളുകളെ കണ്ടമാനം അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്, ഭക്ഷണ രീതി അങ്ങനെയാണ്. അപ്പൊ അടിഞ്ഞു കൂടി കിടക്കുന്ന കൊളസ്ട്രോൾ നീക്കം ചെയ്യാൻ നമുക്ക് വെൽഹാർട്ട് ആവശ്യമാണ്. പിന്നെ ആയുഹീല് നമ്മുടെ കാലിന്റെ വിള്ളിച്ചൊക്കെ ഉള്ളതാണ്. പ്രോനാസിക, മൂക്കര ദശ, മൂക്കടപ്പ് പോലെയുള്ള വിഷയത്തിന് സ്പ്രേ ആണ്. ഐ അലർജി, കണ്ണിന്റെ ആരോഗ്യത്തിന്, ആയുശ്വാസം, നമുക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അലർജി, കഫക്കെട്ട് വിഷയത്തുമായി, ശ്വാസം മുട്ട് പോലത്തെ വിഷയത്തിനുള്ള പരിഹാരമാണത്. പിന്നെ നമുക്ക് ഒരു പേസ്റ്റ്, ഇവിടെ ഒരു മിനിറ്റ് പ്രത്യേകിച്ച് എടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ പല ആളുകളും ഉപയോഗിക്കുന്ന പേസ്റ്റുകളൊക്കെ ഏതോ കമ്പനികളുടെയൊക്കെ, ആ കമ്പനികളുടെ പിന്നിലൊക്കെ അതിന്റെ ഒരു വാണിംഗ് അവർ എഴുതിയിട്ടുണ്ടാവും. 6 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നവർക്ക് വെക്കരുത്. പൊതുവെ ചെറിയ കുട്ടികളെ മുതിർന്നവരുടെ സാന്നിധ്യത്തെ തേക്കാൻ പറ്റുള്ളൂ, അനുവദിക്കാവൂ. 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടറോട് ചോദിക്കാതെ കൊടുക്കരുത്. ഒരു പയറുമണിയോളെ ഉപയോഗിക്കാവൂ. അമിതമായി വിഴുങ്ങരുത്. അമിതമായി അകത്ത് ചെന്നാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ വിഷനിർമ്മാർജ്ജന കേന്ദ്രത്തിലോ വിവരം അറിയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അത്രയും വലിയ ഒരു വാണിംഗ് ഉണ്ടായി. വലിയ വാണിംഗ് ചെറുതാക്കിയേ കൊടുക്കുള്ളൂ, അത് വേറെ വിഷയം. ആ ഒരു സംഗതിയുള്ള ഒരുപാട് പേസ്റ്റുകൾ സ്ഥിരം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില കമ്പനി ഡോക്ടർമാരെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങി ഉപയോഗിക്കും. ആ സാധനത്തിനോ 12 വയസ്സാവാണെങ്കിൽ മാത്രമല്ല 4 ആഴ്ചയിലധികം ഡോക്ടറോട് ചോദിക്കാതെ അത് ഉപയോഗിക്കരുത് അമ്പത്തിന് എഴുതിക്കണം. അതൊക്കെ കമ്പനിയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, സാധാരണ എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഇവിടെ യാതൊരുവിധ വാണിംഗും ഇല്ലാതെ ഏത് കുട്ടികൾക്കും വലിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഒരല്പം അകത്തേക്ക് പോയാൽ പോലും, അകത്തേക്ക് പോകാനുള്ളതൊന്നല്ല, ഈ അകത്തേക്ക് പോയാൽ പോലും ഒരു പ്രശ്നമില്ലാത്ത ആര്യവേപ്പ് പ്രധാന ചേരുവയായിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. ഈ ഒരു വസ്തു വായ്പുള്ളിൽ കരിയുന്നത് ഈ നീം ഉണ്ടായതുകൊണ്ടാണ്. ആര്യവേപ്പ് വട്ടച്ചൊരി കുറയുന്നുണ്ട് ഇതില്, വട്ടച്ചൊരിക്കുള്ള മരുന്നൊന്നുള്ളത് എന്തുകൊണ്ടാ? ആര്യവേപ്പ് അതിലുണ്ടായതുകൊണ്ടാണ്. ഇങ്ങനെ അത് അല്ലാത്ത ഗുണങ്ങളിലുണ്ട്. അപ്പൊ ചുരുക്കി പറയാം, ഇങ്ങനത്തെ ഒരു പേസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. തുച്ഛമായ വില 132 രൂപ നമുക്ക് ലഭിക്കുന്നു. വളരെ അത്ഭുതപ്പെട്ട സംഗതിയാണ്. ഈ ഒരു ഹെർബൽ ഒരു മെഡിക്കേറ്റഡ് പേസ്റ്റിന് 150 രൂപയ്ക്ക് എവിടെ കിട്ടാനാ? അതുപോലെ തന്നെ നമുക്ക് ഫ്രസ്കു ഗാർഡ് പേസ്റ്റ്, അതുപോലെ റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്, ഇത് നമുക്ക് ഈ പല്ലിന്റെ അടിയിൽ ഇത്തിരി പോലത്തെ സ്ഥലം അടിഞ്ഞുവിടും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പേസ്റ്റിലൊക്കെ കുമ്മായം കൂടുതൽ ഉണ്ടായതുകൊണ്ട് ആ കുമ്മായത്തിന്റെ ഫലമാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ പല്ലിന്റെ അടിയിൽ വെള്ള പാറ പോലെ ഉറച്ചുണ്ടാകുന്ന ചെറിയ സാധനം, ഇത്തിരി തന്നെ അതിന് പേര് പറയാറ്. ആ സാധനം ഇതിൽ പോകും, റെഡ് പേസ്റ്റിൽ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് സോയാബീനും അമ്ല ബ്രഹ്മയൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ പൗഡർ. ജിമ്മിൽ പോണവർ മാത്രം നല്ല പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കണം. എല്ല് ബലത്തിനും ശരീരത്തിന്റെ ഊർജ്ജം നിലനിർത്താനും ഒരുപാട് കാര്യത്തിന്, സ്ട്രെങ്ത്, സ്റ്റാമിന, ഇമ്മ്യൂണിറ്റി, 3 കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ മറ്റൊന്നാണ് വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയുള്ള നമ്മുടെ മോറോലൈഫ്. പിന്നെ ഇവിടെയാണ് എല്ലാവരും എപ്പോഴും ഉറ്റുനോക്കുന്ന വലിയ സംഗതി, അതായത് 9 ലക്ഷം ഒറാക്കു വാല്യുള്ള ആന്റി ഓക്സിഡന്റിനാൽ സമ്പുഷ്ടമായ നമ്മുടെ 95 ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ള, കണ്ടമാനം ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുള്ള നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ 95. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഉണ്ടായ ആളുകൾക്ക് റിസൾട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ട് സ്ഥിരമായിട്ട് ഇത് ഒരു 3 മാസത്തിലൊരിക്കലെങ്കിലും കഴിക്കൽ ആവശ്യം. ഒരു കൊല്ലത്തിൽ 3 മാസമെങ്കിലും നമ്മൾ കഴിക്കൽ അത്യാവശ്യമാണ്. ഇവിടെ വീട്ടിൽ ഉമ്മ കഴിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളൊക്കെ ഓരോ പാത്രം കഴിച്ചിട്ടുണ്ട്. ഞാനും വൈഫും ഉമ്മയും കഴിച്ചിട്ടുണ്ട്, കുട്ടികളെ കഴിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥ നമുക്കൊക്കെ, ഈ ഒരു സാധനം നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഡയാബലൈസ്, ഷുഗർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാറണില്ലല്ലോ. ഏത് രോഗം മാറില്ല, പൊതുവെ ഒക്കെ അങ്ങനെ മരിക്കോളം മരുന്ന് വെച്ച് പോകും. ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഡയാബലൈഫ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള അവയവങ്ങളൊന്നും നഷ്ടപ്പെടില്ല. നമ്മളെ കുറെ കാലം മരുന്ന് കഴിച്ച് ഒരു ഒരു അവയവം നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ വരാറുണ്ടല്ലോ, പൊതുവെ കേൾക്കാറുണ്ടല്ലോ. അങ്ങനത്തെ പ്രശ്നം ഇവിടെ വരില്ല എന്നുള്ളതാണ്. വെളുത്തുള്ളിയാണ് പ്രധാന ചേരുവ. പിന്നെ കവചം എന്ന് പറഞ്ഞാൽ പരിച എന്നർത്ഥം. തടുക്കുന്ന അടിയത്തെ പിക്ചർ ഉണ്ടോ? അതായത് രോഗാണുക്കളെയും മറ്റും തടുക്കാനുള്ള ഒരു ആരോഗ്യം, ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണിത്. ഇത് ശരിക്കും പറയാൻ നെല്ലിക്ക പ്രധാന ചേരുവ. കുറെ ഉണ്ട്, ബ്രഹ്മുണ്ട് ഇതില്, അങ്ങനെ കുറെ ഉണ്ട്. 51 ഉണ്ടാവും. 42 ചേരുവകളും പിന്നെ നമ്മളെ ഇതുണ്ട്, അശ്വഗന്ധല്ല, ദശമൂലം എന്ന് പറഞ്ഞാൽ അധികം ചേരുവകൾ ഇതിലുണ്ട്. അപ്പോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ കവചപ്രാശ്. പിന്നെ കുറച്ച് പേഴ്സണൽ കെയർ ഐറ്റംസുകൾ, ഫെയർനെസ് ക്രീം, അതുപോലെ തന്നെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം, പിന്നെ നമ്മുടെ റേഡിയന്റ്
ഫേസ് വാഷ്, അതുപോലെ നമുക്ക് മുഖക്കൂറിനായിട്ടുള്ള ഒരു പച്ച ഫേസ് വാഷ്, കറ്റാർവാഴയുടെ കണ്ണിന്റെ അടി തേക്കാനുള്ള, കണ്ണിന്റെ കറുപ്പ് പോകാനുള്ളതായിരിക്കും അണ്ടർ ഐ ജെല്ല്, അതുപോലെ തന്നെ നമ്മുടെ ഷാമ്പു, ആന്റി ഡാൻഡ്രഫ് ഷാമ്പു താരന് വേണ്ടിയുള്ളത്, നോർമൽ ആയിട്ട് തേക്കാനുള്ള ഷാമ്പു മറ്റൊന്ന്, പിന്നെ ഡേ പ്രൊട്ടക്ഷൻ ക്രീം, നൈറ്റ് പ്രൊട്ടക്ഷൻ ക്രീം തുടങ്ങിയുള്ള ഉൽപ്പന്നങ്ങളും, പിന്നെ നമ്മുടെ നിത്യോപയോഗ വസ്തുക്കളെ പൗഡർ, അതുപോലെ വില കുറഞ്ഞ പേസ്റ്റ്, ഫേസ് വാഷ്, 2 ഐറ്റം ഫേസ് വാഷുകൾ നമുക്ക് വില കുറഞ്ഞ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ 36 രൂപക്ക് നമുക്ക് ലഭിക്കുന്ന നല്ലൊരു നല്ല 6 വിധ സോപ്പുകളുണ്ട്. ഇതിൽ ലൈം അലോവേര സോപ്പും ജാസ്മിൻ ആൽമണ്ട് സോപ്പ്, ഇത് രണ്ടും മോയ്സ്ചറൈസ് ആണ്. മോയ്സ്ചറൈസ് സോപ്പിന് ഇന്ന് 100 രൂപയുടെ അപ്പുറപ്പുറമായിട്ടാണ് വില ഉള്ളത്. എന്നാൽ വെറും 36 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു സോപ്പ് നമ്മുടെ നിത്യോപയോഗത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് വെക്കാനുള്ളത്. പിന്നെ കുറച്ച് ഹോം കെയർ ഐറ്റംസുകളാണ്. ഇപ്പൊ ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ തന്നെ പാത്രം കഴുകാനുള്ള കട്ട, അതിന്റെ ലിക്വിഡ്, പിന്നെ അതോടെ തുണി കഴുകാനുള്ളത്, പിന്നെ നിലം തുടക്കാനുള്ളത്, മാത്രമല്ല നമ്മൾ ഗ്ലാസ് ക്ലീനിങ്, വീട്ടിലെ അലമാരന്റെ ഗ്ലാസും മേശന്റെ ഗ്ലാസും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ ഇത്. ഇങ്ങനെ കുറച്ച് ഹോം കെയർ ഐറ്റംസുകളും, പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ആഹാര ഐറ്റംസുകൾ, ടീ ലൈറ്റ്, നല്ല ടേസ്റ്റിയാണ് ഈ ചായപ്പൊടി. ഉപയോഗിക്കുന്ന നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അതുപോലെ 2 ഐറ്റം കാവകളുണ്ട്. പനിയൊക്കെ വരുന്ന സമയത്ത് ഈ കാവ വലിയ ഫലം ചെയ്യുന്നു നമുക്ക്. പിന്നെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഇന്ത്യാഗ്രോ ഐറ്റംസുകൾ കുറച്ചുണ്ട്. ചെറിയ അടുക്കളത്തോട്ടമാണെങ്കിലും വലിയ കൃഷിയാണെങ്കിലും ഒക്കെ നമുക്ക് പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ്. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞില്ലേ, അതാണിത്. അതായത് സക്സസ്ഫുൾ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി MA DigiWorld എന്ന ഒരു ഓൺലൈൻ സംവിധാനവും, അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ ആയിട്ട് ROS സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ്ലൈൻ ആയിട്ടും 100ഓളം വരുന്ന സയന്റിസ്റ്റ് അല്ല നമ്മുടെ ട്രെയിനർമാരെ വെച്ചുകൊണ്ട് കമ്പനി നമുക്ക് പിന്നെ ക്ലാസ് എടുക്കാൻ അവസരം തന്നിട്ടുണ്ട്. അതിൽ കേരളത്തിലേക്ക് നിയുക്തമായത് ബഹുമാനപ്പെട്ട ഡോക്ടർ അഞ്ജിത എന്നവരാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഈ സംഗതി, ഇതാണ് ഇതിനെ സംബന്ധിച്ച് പൊതുവെ നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഡയറക്ട് സെല്ലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുക, ഈ പ്രൊഡക്റ്റ് ലഭിക്കാൻ എന്താണ് മാർഗം? ഇത് 3 പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. സമയം ദീർഘിച്ചു പോകുന്നുണ്ട്. 3 പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഒരു പേര്, സാധാരണ നമ്മൾ പിന്നെ ഒരു ഐറ്റം ഓൺലൈനിൽ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് പോലെ കുറച്ച് പേരും അഡ്രസ്സും കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ഇഷ്ടപ്രകാരം കുറച്ച് ഐറ്റംസുകൾ വാങ്ങുക. 3, വാങ്ങിയത് സ്വന്തമായി ഉപയോഗിച്ച് മറ്റുള്ളവരോട് പറയുക. ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ 3 പ്രോസസ്സ് മാത്രം. പേരും അഡ്രസ്സും കൊടുക്കുക, നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുക. കമ്പനി ആ ID 10 ID നമ്പർ കിട്ടും. ആ ID നമ്പർ വെച്ചിട്ടാണ് വാങ്ങേണ്ടത്. അത് ഉപയോഗിച്ച വസ്തു മറ്റുള്ളവരോട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് പറയുക. ഈ മറ്റുള്ളവരോട് പറയുമ്പോൾ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. അതായത് ഇങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് ധാരാളം ഗുണങ്ങൾ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 1, പേഴ്സണൽ ഡിസ്കൗണ്ട് കിട്ടും. 2, റീറ്റെയിൽ ഇൻകം കിട്ടും. 3, സെയിൽസ് ടേൺ ഓവർ ബോണസ് കിട്ടും. പിന്നെ മാസ വരുമാനങ്ങൾ വേറെ, നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഫ്രീ ഇൻഷുറൻസ് പോളിസി കമ്പനി നൽകുന്നുണ്ട്. ഇത് ചുരുക്കി ഒന്ന് വിശദീകരിക്കാം. അതായത് ഈ കമ്പനിയിൽ വരുമ്പോൾ 10 ID നമ്പർ കിട്ടും. ഈ ID നമ്പർ നിലവിലുണ്ടാവുന്നതോടുകൂടി കൺസ്യൂമർ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ വിലക്കാണ് സാധനം ലഭിക്കുക. നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയിട്ട് നമ്മൾ ഒരു പേസ്റ്റ് വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു സോപ്പ് വാങ്ങിയാൽ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ വില കൊടുക്കണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒരു സാധനം വാങ്ങിയാൽ 132 പേസ്റ്റ്, 10 പേസ്റ്റ് വാങ്ങിയാലും 50 പേസ്റ്റ് വാങ്ങിയാലും ഒരേ വിലയാണ്. അതാണ് കൺസ്യൂമർ ആണെങ്കിലും. പിന്നെ വിൽക്കാനുള്ള കൂടുതൽ വാങ്ങാം. ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും ഒരേ വിലക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നു. ഈ വാങ്ങിയ സാധനം, കമ്പനി ലഭിച്ച സാധനം നമ്മൾ അതിന്റെ മുകളിലുള്ള MRPക്ക് വിൽക്കുമ്പോൾ അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുക. ഇത് പഴയ വിലയാണ്, വില മാറ്റിയിട്ടില്ല. അതായത് ഇപ്പൊ 132 രൂപേന്റെ വസ്തു നമ്മൾ 172 വിൽക്കുമ്പോൾ 40 രൂപ നമുക്ക് MRP ലാഭം ഉണ്ടല്ലോ, അതാണ് MRP. അപ്പൊ അത് റീറ്റെയിൽ പ്രോഫിറ്റ്. മൂന്നാമത്തെ വരുമാനമാണ് നാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ട് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന ഈ ഒരു വലിയൊരു എന്താ പറയാ ഒരു വരുമാനത്തെ കുറിച്ചാണ് ചുരുക്കി പറയുന്നത്. ഉദാഹരണം പറയാം. MA DigiWorld, ഇന്ത്യാഗ്രോ, എലവൻസ്, ഓണാനോൺ, ഈ ഒരു വിഭാഗം നമ്മൾ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 75% ബിസിനസ് വാളി രേഖപ്പെടുത്തും. ബിസിനസ് വാളി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന ആളുകൾ ഇതിലുണ്ടാവും, മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അതായത് 100 രൂപക്ക് ആകുമ്പോൾ 75 പോയിന്റ് അങ്ങനെ മനസ്സിലാക്കാം. 1000 ആണെങ്കിൽ 750, 10,000 7,500. എന്നാൽ ഇപ്പുറത്ത് ആഹാർ, ന്യൂ സ്റ്റാർ, MI ഹോം, ഈ ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് 35% കണക്കാക്കുക. അതായത് 100 രൂപക്ക് നോക്കുമ്പോൾ 35 BV പോയിന്റ് കണക്കൂട്ടാം.
35 BV, 35 പോയിന്റ് അങ്ങനെ പറയാം. 100 രൂപക്ക് 1000 ആണെങ്കിൽ പിന്നെ 350. അതുപോലെ തന്നെ 10,000-ത്തിനാണെങ്കിൽ നമുക്ക് പിന്നെ 3500. ഇങ്ങനെയാണ് BV-യിലേക്ക് കണക്കൂട്ടാൻ. കാരണം പൈസയിൽ രണ്ട് തരായി ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് പൈസയിലാവുമ്പോൾ ഇത് കണക്കൂട്ടാൻ പ്രയാസമാണ്. അപ്പൊ BV-യിലേക്ക് കൺവെർട്ട് ചെയ്ത് കണക്കൂട്ടുമ്പോഴാണ് കറക്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ഇതാണ് നമ്മുടെ പ്ലാന്. ഈ ഒരു 10 അക്ക ID നമ്പർ നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു തല നാം ഓരോരുത്തരുമായിട്ട് കണക്കൂട്ടാം. ഇവിടെ ഇവരുടെ ഓർഗനൈസേഷൻ ഒന്നിൽ ഒരു 10,000 ബിസിനസ് വാള്യത്തിന്റെ കച്ചവടം ചെയ്തു. അത് ഏകദേശം 13,000 രൂപ കച്ചവടം ഉണ്ടാവും, സെയിൽസ് നടന്നു. മറ്റേ ഭാഗത്ത് രണ്ടാളുണ്ട്, രണ്ടാളും 5,000 വാങ്ങി. അത് 4 ആളാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എത്ര വന്നു നമ്മൾ നോക്കണുള്ളൂ. 10,000 രണ്ട് ഭാഗത്തും ജോയിന്റ് ആയി വന്നില്ലേ. അപ്പൊ കമ്പനി നമുക്ക് 1,200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നു. ഇതാണ് ബിസിനസ്. സിമ്പിൾ പ്ലാനാണ്. ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തും വരുന്നതിന്റെ 12%. സിമ്പിൾ. ഒരാഴ്ച വന്നത് 20,000 രൂപയാണ്. രണ്ട് ഭാഗത്തും 20,000 മാച്ച് ആയപ്പോൾ കമ്പനി നമുക്ക് 2,400 രൂപ കമ്പനി അയച്ചു തരുന്നു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നു. പാസ്സായി 3-ാമത്തെ ആഴ്ച അക്കൗണ്ടിൽ പൈസ കിടക്കും. പിന്നെ ഒരാഴ്ച കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കൂടുതൽ ആളുകളൊക്കെ വന്ന് കച്ചവടമൊക്കെ ഉഷാറായി. ഒരു ഭാഗത്ത് 1 ലക്ഷം ബിസിനസ് വാള്യം വന്നു, മറ്റേ ഭാഗത്ത് 2 ലക്ഷം ബിസിനസ് വാള്യം വന്നു. ജോയിന്റ് ആയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരേമാതിരി എപ്പോഴും വന്നോളന്നില്ലല്ലോ. അപ്പൊ ഇതിന് ചെറിയത് ഏതാന്ന് കണക്ക് കൂട്ടിയിട്ട് ഈ ചെറിയതിനെടുക്കും. അപ്പൊ 1 ലക്ഷം ആളെ ചെറുത്. അപ്പൊ ആ 1 ലക്ഷത്തിന്റെ 12% നമുക്ക് കമ്പനി തരും. അതായത് 12,000 രൂപ. 1 ലക്ഷത്തിന്റെ 12%. ബാക്കി വരുന്ന 1 ലക്ഷം അവിടെ മാറ്റി വെക്കും കമ്പനി, ക്യാരി ഫോർവേഡ് എന്നുള്ള പേരിൽ. അത് അടുത്ത ബിസിനസ്സിൽ കൂട്ടും. അതെങ്ങനെ? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകളും കച്ചവടം നടന്നു. ഒരാഴ്ചയിൽ 5 ലക്ഷം ബിസിനസ് വാല്യം വന്നു ഓർഗനൈസേഷൻ ഒന്നില്, മറ്റേ ഭാഗത്ത് 4 ലക്ഷമേ വന്നുള്ളൂ. ഓർഗനൈസേഷൻ 2-ൽ 4 വന്നുള്ളൂ. അപ്പൊ എന്തായി? നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പിന്നെ ഓൾഡ് ബാലൻസ് ആയിട്ടുള്ള 1 ലക്ഷം ബിസിനസ് വാല്യം ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അതും 5 ലക്ഷമായി പരിഗണിച്ച് അതിന്റെ 12% നമുക്ക് ലഭിക്കുന്നു, 60,000 രൂപ. ഇതൊരു ഐഡിയയിലാണ്. ഇങ്ങനെ 3 ഐഡിയയിൽ പർച്ചേസ് ചെയ്യാനൊക്കെ അവസരമുണ്ട്. ഇവിടെയൊക്കെ കൂടുതൽ പറയേണ്ടതുണ്ട് നല്ലോണം, പക്ഷേ സമയം അതിക്രമിച്ചത് കൊണ്ട് പറയുന്നില്ല. ഇങ്ങനെ അനന്തമായിട്ട് പോകുന്നില്ല. 10,000 ആകുമ്പോൾ ഒരു 1,20,000 കമ്പനി ലഭിക്കുന്നു. ഇങ്ങനെ അനന്തമായിട്ട് പോകുന്നില്ല. നമുക്ക് കമ്പനി ഹദ് വെച്ചിട്ട് കണക്ക് വെച്ചിട്ടുണ്ട്. അതായത് 17 ലക്ഷം ബിസിനസ് വാല്യം ഓർഗനൈസേഷൻ ഒന്നിലും 17 ബിസിനസ് വാല്യം ഓർഗനൈസേഷൻ 2-ലും വരുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 2,10,000 ഇങ്ങനെ 2,10,000 വാങ്ങുന്ന അനേകം ആളുകളെ, നമുക്ക് 1000-ലധികം ആളുകളെ, 3000-ഓളം ആളുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്താണ് നമുക്ക് കാണാൻ? നമ്മുടെ ആപ്പിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ലീഡേഴ്സിനോട്, അറിയാത്ത ആളുകൾ, പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ലീഡേഴ്സിനോട് പറഞ്ഞാൽ അവർ കാണിച്ചു തരും. സീലിംഗ് അച്ചീവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആപ്പിലൂടെ സെർച്ച് ചെയ്യാൻ അവസരമുണ്ട്. എണ്ണി തീർക്കാൻ കഴിയാത്ത അത്രയും ആളുകൾ അതിൽ ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക. മലബാറിൽ തന്നെ 250-ലും അധികം ആളുകൾ ഉണ്ടെന്നാണ് കണക്ക്. അപ്പോ ഇനി ഇനി ഇവിടെ 4 പെർഫോമൻസ് ബോണസ്. അത് കമ്പനി പ്രത്യേകിച്ച് ടാർഗറ്റ് തരും. ആ ടാർഗറ്റ് പൂർത്തിയാക്കുമ്പോൾ കമ്പനി നൽകുന്നതാണ്. തുടക്കം മുതലേ ബഹുമാനപ്പെട്ട ഉമർ സാദ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോണസ് കൂടിയാണ് പെർഫോമൻസ് ബോണസ്. സ്റ്റാർ പെർഫോമൻസ് ബോണസ്, അതുപോലെ തന്നെ റാങ്ക് ഇൻകം, ഇതൊക്കെ മന്ത്ലിയാണ്. ലോയൽറ്റി ബോണസ് മന്ത്ലിയാണ്. പിന്നെ അതുപോലെ ഡയമണ്ട് റോയൽറ്റി മന്ത്ലിയാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇതിൽ അട്രാക്ഷൻ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതി നോമിനേഷൻ ഫെസിലിറ്റിയാണ്. അതായത് നമ്മളൊക്കെ ജീവിച്ചു പോണ സമയത്ത് നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബം പട്ടിണിയാവുന്ന ഒരു അവസ്ഥ പൊതുവേ ഉണ്ടല്ലോ. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനം അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും കമ്പനി അത് നമ്മളെ നോമിനിയിലേക്ക് അയച്ചു കൊടുക്കുന്നു. നോമിനിയിൽ നിന്ന് ആ നോമിനിയിലേക്കും കമ്പനി അയച്ചു കൊടുക്കുന്നു. അതിന് അവരിത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. സർക്കാരിന് പെൻഷൻ വാങ്ങുമ്പോൾ ഇങ്ങനെ കിട്ടുക എന്നുള്ളതല്ല അർത്ഥം. ഇതിന് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ പറയേണ്ടതാണ്. എന്നിരുന്നാലും ആ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. 2.5 ലക്ഷം ബിസിനസ് വാല്യം 2 ഭാഗത്ത് വരുമ്പോൾ കമ്പനിയുടെ ടീം കോർഡിനേറ്റർ എന്ന ഔദ്യോഗിക പദവിയിലേക്ക് എത്തുന്നതോടുകൂടി അവർക്ക് പിന്നെ 3 ലക്ഷത്തിന്റെ ഫ്രീ ഇൻഷുറൻസ് പോളിസി, ആക്സിഡന്റ് ഡെത്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നൽകപ്പെടുന്ന ഒരു ഫ്രീ ഇൻഷുറൻസ് പോളിസി കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 9ഓളം ഐറ്റംസുകളും. ഇപ്പോൾ TDF എന്ന് പറഞ്ഞ മറ്റൊരു സംഗതി കൂടി കമ്പനിയുടെ മൊത്തം 10ഓളം വരുന്ന വരുമാനങ്ങളാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നും പിന്നെ നല്ല വിജയിച്ച ലീഡേഴ്സുമാർ ഇതിന് പിന്നിലുണ്ടെന്നും അതുപോലെ ചെയ്യാൻ എളുപ്പമുള്ള ബിസിനസ് ആണെന്നും പിന്നെ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുവെന്നും നല്ല മാനേജ്മെന്റ് ആണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ ആണെന്നും എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് നമ്മുടെ പ്ലാന്. 2015 9001 ISO 9001 എന്ന് പറയുന്നത് 2015 നമ്മുടെ കമ്പനി പ്ലാനാണത്. ഇത് ഫിക്കിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി.
മാത്രമല്ല ഫെഡറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ കമ്പനി പിന്നെ മെമ്പർഷിപ്പുള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി. കൂടാതെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന സ്കില്ലിന്റെ പദ്ധതിയിൽ മെമ്പർഷിപ്പുള്ള കമ്പനി കൂടിയാണ് നമ്മുടെ കമ്പനി. ഇത്രയൊക്കെയാണ് കമ്പനിയെ കുറിച്ച് പറയാനുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കണ്ടമാനമുണ്ട്. എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് കുറച്ചൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. മാത്രമല്ല കൂടുതൽ അറിയേണ്ടതിലേക്ക് www.milifestylemarketing.com എന്ന ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇനി അത് ഇംഗ്ലീഷിലല്ലേ, എനിക്കത് സാധിക്കൂലല്ലോ എന്ന് പറയുന്ന പ്രയാസപ്പെടുന്ന എന്നെ പോലുള്ള 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ഫുൾ അറിഞ്ഞോളന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ആ സൈറ്റിൽ തന്നെ നമുക്ക് അവസരങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ കൂടുതൽ അറിയേണ്ടതിലേക്ക് ഈ ഒരു സൈറ്റിലേക്ക് കാര്യം എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇന്ന് ഞാനൊരു നല്ല പ്രസന്റേഷൻ ആണ് നിങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇത് സ്വീകരിക്കാം, തള്ളാം, എന്തും ചെയ്യാം. പക്ഷേ ഇത് തള്ളാതെ സ്വീകരിച്ച് നെഞ്ചേറ്റിയ ആളുകൾ ഇന്ന് ലക്ഷങ്ങൾ കൈകാര്യം വാങ്ങിക്കൊണ്ട് വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു. വളരെ 3500 രൂപയിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് ഇന്ന് മാസം 2-2.25 ലക്ഷത്തി രൂപയ്ക്ക് ഏകദേശം 2-2.5 ലക്ഷത്തി രൂപയിലേക്ക് എത്തിയ ബഹുമാനപ്പെട്ട ഉമ്രസാദൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു ലക്ഷ്യം, വലിയൊരു നേട്ടം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. നല്ല വിജയങ്ങളിലേക്ക് എല്ലാവരും എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസന്റേഷൻ ഇവിടെ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. താങ്ക് യു ആൾ. താങ്ക് യു സാർ. ഞങ്ങൾ സാർ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പുതുതായി നമ്മളെ ഇതിലേക്ക് വന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ GTS ആയിരുന്നു. എല്ലാവരും ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിക്കുക എന്ന് മാത്രം പറയുന്നു. ഇനി